വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. വൈഭവ് സൂര്യവംശി എന്തു പറയണം ആ 15-കാരൻ്റെ പ്രകടനത്തെക്കുറിച്ച്. അന്യരുടെ പറമ്പിൽ പോയി മാങ്ങെറിഞ്ഞ് കഴിച്ച് ഒരു തെങ്ങിൻ മടക്കനയും റബ്ബർ ബോളും ഉപയോഗിച്ച് കണ്ടവൻ്റെ കണ്ടത്തിൽ പോയി ക്രിക്കറ്റ് കളിക്കുന്ന പ്രായം. ആ ഒരു പ്രായത്തിലിതാ IPL പോലത്തെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു 15-കാരൻ പയ്യൻ. ഒരു പക്ഷേ ഒരു ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി റെക്കോർഡായി പിറക്കേണ്ട ദിനമായിരുന്നു ഇന്ന്. തല്ലെന്നാലിഴക്കാണ് അത് സൂര്യവംശിക്ക് നഷ്ടപ്പെട്ടു പോയത്. 29 പന്തിൽ 97 റൺസുമായി സൂര്യവംശി പുറത്താകുമ്പോൾ ആ ഒരു ചരിത്ര നേട്ടം അവിടെ ബാക്കിയാവുകയായിരുന്നു. എന്നാൽ അതിനിടക്ക് പല റെക്കോർഡുകളും മറികടന്നാണ് ആ 15-കാരൻ മുന്നേറിയത്. താൻ പിറന്നു വീണൊരു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ക്രിസ് ഗെയിൽ 59 സിക്സ് ഒരു സീസണിൽ അടിച്ച് റെക്കോർഡിട്ടിരുന്നു 2012. തനിക്കൊരു വയസ്സ് പ്രായമുള്ളപ്പോൾ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ നേടിയെടുത്ത ആ റെക്കോർഡ് തൻ്റെ 15-ാം വയസ്സിൽ 2026 ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ മറികടക്കുകയാണ്. 65 സിക്സുകളാണ് ഇന്നത്തെ മത്സരത്തിലേതടക്കം ഈ സീസണിൽ സൂര്യവംശി നേടിയെടുത്തത്. ഇന്നത്തെ 97 റൺസ് പ്രകടനത്തോടെ റൺവേട്ടക്കാരിൽ ഒന്നാമതെത്തുകയും ചെയ്യുന്നു 680 റൺസ് നേടിക്കൊണ്ട്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജയ്സ്വാൾ ഇന്ന് 29 ബോളിൽ 29 റൺസ് എടുത്താണ് പുറത്തായത്. അവിടെയാണ് 29 പന്തുകളിൽ 97 റൺസ് നേടിക്കൊണ്ട് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് നല്ലൊരു തുടക്കം നൽകിയത്. പിറകെ വന്ന ജൂറലും മോശപ്പെടുത്തിയില്ല. 21 പന്തുകളിൽ 50 നേടിക്കൊണ്ടാണ് ജൂറൽ പുറത്തായത്. 12 പന്തിൽ 26 റൺസ് എടുത്ത് പരാഗും പുറത്തായി. എന്നാൽ 15 ഓവറിൽ 200 കടന്ന രാജസ്ഥാൻ റോയൽസിന് അവസാന 5 ഓവറുകളിൽ വെറും 36 റൺസ് മാത്രമാണ് നേടാനായത്. ആ 5 ഓവറുകളിൽ 5 വിക്കറ്റുകളും ഹൈദരാബാദ് നേടിയെടുത്തു. അതിൽ 2 റണ്ണൌട്ടുകളായിരുന്നു. ഫെരേരയ്ക്ക് ഇന്ന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല. 20 ഓവർ പൂർത്തിയാകുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 243 രാജസ്ഥാൻ റോയൽസ് നേടിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൗളർമാരിൽ നിന്ന് ഏറ്റവും മടി വാങ്ങിയത് ക്യാപ്റ്റൻ കമ്മിൻസ് തന്നെയായിരുന്നു. 4 ഓവറിൽ വിട്ടുകൊടുത്തത് 64 റൺസാണ്. വിശ്വസ്തനായ ബൗളർ സാക്കിബ് ഹുസൈനും 4 ഓവറിൽ 50-ന് മുകളിൽ റൺസ് വിട്ടുകൊടുത്തു. പ്രഫുൽ ലിംഗയും 4 ഓവറിൽ 53 റൺസ് വഴങ്ങി. പക്ഷേ 3 വിക്കറ്റുകൾ നേടിയെടുത്തു. ഇന്നും സൂര്യവംശിയുടെ വിക്കറ്റ് നേടിയെടുത്തത് പ്രഫുൽ ലിംഗ തന്നെയായിരുന്നു. പ്രഫുൽ ലിംഗ തൻ്റെ ആദ്യ മത്സരത്തിൽ സൂര്യവംശിയെ 0-ന് പുറത്താക്കിയിരുന്നു. പക്ഷേ ഇന്ന് അതിന് കണക്കിന് മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് സൂര്യവംശി കളം വിട്ടത്. പ്രഫുൽ ലിംഗയുടെ 2-ാം ഓവറിൽ 29 റൺസാണ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കരുത്തിൽ നേടിയെടുത്തത്. പക്ഷേ ആ ഓവറിൻ്റെ അവസാന ബോളിലാണ് റെക്കോർഡ് നേട്ടത്തിലേക്ക് കുതിക്കുകയായിരുന്ന സൂര്യവംശി പുറത്താകുന്നത്. ആ ഒരു പുറത്താകലിൽ സൂര്യവംശി മാത്രമല്ല വിഷമിച്ചത്. കളി കണ്ടിരുന്നവരെല്ലാം ആ ഒരു പുറത്താകലിൽ ഇന്ന് സത്യത്തിൽ വിഷമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ സമയമുണ്ട്. വെറും 15 വയസ്സ് മാത്രമാണ്. ഒരു പക്ഷേ കോഹ്ലിയൊക്കെ കളിക്കുന്നത് പോലെ IPL തുടർന്നു കഴിഞ്ഞാൽ, ഇന്ന് കോഹ്ലിക്ക് 37 വയസ്സായി. ഈ പ്രായത്തിലും കോഹ്ലി കളിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സൂര്യവംശിക്ക് ഇനിയും 20 വർഷത്തിന് മുകളിൽ ബാക്കി നിൽക്കുകയാണ്. ഇനി ആ 65 സിക്സ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന റെക്കോർഡ് നിലവിലെ സാഹചര്യത്തിൽ അത് മറികടക്കണമെങ്കിൽ സൂര്യവംശിക്ക് തന്നെയാണ് സാധ്യമാവുക. അതല്ലെങ്കിൽ സൂര്യവംശിയെ പോലെ മറ്റൊരു അത്ഭുതം പിറക്കേണ്ടിയിരിക്കുന്നു. യൂണിവേഴ്സൽ ബോസിന്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് ബേബി ബോസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനിയും ഒട്ടനവധി റെക്കോർഡുകൾ തകർക്കപ്പെടാം. നിലവിലെ IPL 175 എന്ന ഹൈ സ്കോർ അതും ക്രിസ് ഗെയിലിന്റെ പേരിലാണ്. IPL മുന്നേ പറഞ്ഞു വെച്ചതായിരുന്നു സൂര്യവംശി തൻ്റെ ഒരു ആഗ്രഹം, ആ 175 റൺസ് എന്ന റെക്കോർഡ് മറികടക്കുക എന്നുള്ളത്. പക്ഷേ അവിടേക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. എങ്കിൽ പോലും പല റെക്കോർഡുകളും മറികടന്നുകൊണ്ട് ആ കൊച്ചു പയ്യൻ മുന്നേറുകയാണ്. പരീക്ഷകൾ മാറ്റിവെച്ച് ക്രിക്കറ്റ് മൈതാനങ്ങളിൽ സിക്സുകൾ നേടിക്കൊണ്ട് ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.